നാവ് കൊണ്ട് മൂക്ക് തൊടാൻ പറ്റും എന്നുള്ള ഒരു ചലഞ്ചാണ്. അത് മറ്റോൽക്കാർക്കെങ്കിലും പറ്റുമോ എന്നുള്ള ട്രൈ ചെയ്ത് നോക്ക്. നാവ് കൊണ്ട് ഓന് പറ്റൂല. ചിലപ്പോ എനിക്കൊരു സ്ഥലത്ത് പോവാനുണ്ട്, സ്ഥലത്ത് പോവാനുണ്ട്. അപ്പൊ വേറെ ആളെ കേൾക്കണ്ടേ, ഞാൻ ഉണ്ടാവില്ല. അത് വേറെ ആളെ നോക്കിയാലോ? നമുക്കിപ്പോ ഒരു പണി ചെയ്യാം. എന്റെ മനസ്സിലൊരു കാര്യം കൊറേ ദിവസം ഞാൻ ആലോചിക്കുന്നത്, ഒരു വീഡിയോ ചെയ്താലോ? പാപ്പാന്റെ ചാനലിടാം. നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവില്ലേ? അല്ല, നമുക്ക് പാപ്പാന്റെ ചാനല് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം, അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം മച്ചാന്മാരെ, നമ്മളുടെ ഇന്നത്തെ പരിപാടി വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങളുടെ എല്ലാവരുടെയും കഴിവ് നിങ്ങളിലേക്ക് പ്രദർശിപ്പിച്ച് തരികയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ വീഡിയോയിൽ അറിയിക്കുക. ലെറ്റ്സ് വാച്ച് വീഡിയോ. 4 പേരെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. 4 പേർക്കും ഓരോരുതായ രീതിയിലുള്ള കുറേ കഴിവുകളുണ്ട്. അപ്പോൾ അതൊന്ന് ഞങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ നിങ്ങളിൽ കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ആൾ എൻ്റെ മക്കളാണ്, ഒന്ന് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ മോനാണ്, അപ്പുറത്തും നമ്മളെ അയൽവാസിയായിട്ടുള്ള ഇവൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓരോ കഴിവുണ്ട്. അപ്പോൾ ആദ്യം ഇവനെ കേട്ടോ ടീം വ്യൂവർ എന്നുള്ള ഇതിലുള്ള ഒരാളെയാണെന്ന് പറയുന്നത്. എൻ്റെ പേരെന്നാ സഞ്ജയ്ക്ക് എന്ത് കഴിവുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് ചലഞ്ച് കൊടുക്കുക കേട്ടോ. മറ്റുള്ളവർക്ക് ഇവൻ ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചലഞ്ചാണ്. അപ്പോൾ നിൻ്റെ ഫസ്റ്റ് ചലഞ്ച് എന്താണെന്നുള്ളത് കാണിക്കുക. അത് കണ്ടുക, നാവ് കൊണ്ട് മൂക്ക് തൊടാൻ പറ്റും എന്നുള്ള ഒരു ചലഞ്ചാണ്. അത് മറ്റോൽക്കാർക്കെങ്കിലും പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. നാവ് കൊണ്ട് ഓന് പറ്റൂല, ഇല്ല അവർക്കൊക്കെ. അപ്പോൾ ഓൻ കൊടുത്ത ചലഞ്ച് ഇങ്ങോട്ട് കേസോട്ടി. ഓൻ കൊടുത്ത ചലഞ്ച് മറ്റുള്ളവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ സൂര്യ? ഇല്ല. ചെയ്താണ്? ഇല്ല, അതിനടുത്ത് പോലും എത്തുന്നില്ല. അപ്പോൾ അവൻ്റെ ചലഞ്ചിൽ അവൻ തന്നെ കേട്ടോ വിന്നർ. നേരത്തെ നമ്മളൊരു മത്സരം, കഴിഞ്ഞ ദിവസം ഒരു മത്സരം ചെയ്തതിൻ്റെ തൊട്ട് ഇവൻ തന്നെ കേട്ടോ വിന്നർ. അതിൽ അടുത്തത് ഇൻ്റെ ചലഞ്ച് എന്താ നോക്കിക്കോ, ഇങ്ങോട്ട് കാണിക്കുക ക്യാമറയിലേക്ക്. അതായത് നോക്കിക്കോ, അവൻ്റെ വിരൽ അവൻ്റെ കൈ കൊണ്ട് ഇവിടെ തൊടിയിച്ച് വെച്ചിട്ടാട്ടോ ഉള്ളിട്ട് കറക്റ്റ് കാണുന്നുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും പറ്റുന്നുള്ള. ഓവറായിട്ട് വളക്കണ്ട കേട്ടോ, കാരണം കൈ ഒടിയാതിരിക്കുക. അതായത് അവർക്ക് ആർക്കും പറ്റുന്നില്ല, ഇവനും പറ്റുന്നില്ല, ഇല്ല. അപ്പോൾ അതിൽ ഇവൻ വിജയിച്ചു കേട്ടോ. അതിൽ രണ്ടാമത്തെ എൻ്റെ മകനാട്ടോ വിജയിച്ചത്. അപ്പോൾ ഇനി അടുത്ത ചാലഞ്ച്, എനിക്കെന്താ ചാലഞ്ചുള്ളത്? നാവുണ്ട്. അത് പണ്ട് തൊട്ട് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ്, അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനി എന്നാൽ അതാർക്കും ചെയ്യാൻ പറ്റുമോ നോക്ക്. എനിക്ക് ചെയ്യാൻ പറ്റുമോ? അതിനോട് സാമ്യമായിട്ട് വന്നിട്ടുണ്ട്. വേറെ മ്യൂസിക് എനിക്ക് ഇല്ല, അവന് പറ്റുന്നില്ല. ഇനി ഓന് വേറെ എന്തോ ഒരു കഴിവും കൂടിയുണ്ട്. എന്തെന്നാ? വിസില. എത്ര രീതിയിലടിക്കും? 5 പേരിലുണ്ട് അടിക്കുന്ന കാണിച്ച്. ഓക്കെ, അതാർക്കെങ്കിലും ചെയ്യാനുള്ള ചലഞ്ച് ഉണ്ടോ? ഇങ്ങോട്ടേക്ക് സോറി, അല്ല ഓരോരുത്തരും ഒറ്റ പ്രാവശ്യമായിട്ട് കാണിക്കും, ഓരോരുത്തരായിട്ട് കാണിക്കും. അടക്ക്, ഇന്ത്യ കഴിഞ്ഞ്. ഇനി കാണിക്കേ, നിങ്ങൾ ചെയ്യല്ലോ. ഓൻ്റെ ട്രൈ കഴിഞ്ഞിട്ട്. ഇല്ല പറ്റൂല. ഓൻ 2 പേരിലോണ്ട് ചെയ്യും. ഇല്ല. ഓക്കെ, ഇന്ത്യ കഴിഞ്ഞ്. ഇനി എനിക്ക് പറ്റുമോ? ഇല്ല, ഒറ്റ പേരിലോണ്ടും പറ്റൂല. എനിക്ക് പറ്റുമോ? വരുന്നുണ്ട് കാറ്റ്. ഓൻ 2 പേരിലോണ്ട് പറ്റും, അങ്ങനെയും പറ്റും. അപ്പോൾ ഓൻ്റെ ചലഞ്ച് കഴിഞ്ഞ്. ഇനി ലാസ്റ്റ് സൂര്യൻ്റെ ചലഞ്ചാട്ടോ. സൂര്യക്ക് എന്താണ് ചലഞ്ച് ചെയ്യാനുള്ളത്? നിങ്ങൾ കാണുന്നുണ്ടോ? 1 മിനിറ്റ് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയോ ക്യാമറയിൽ. ഒരു പിരികം
നോക്കിയോ ഒരു പിരികം മാത്രം ഓരോരോ പിരികം മാത്രം ഓനൊരു മറ്റേ നമ്മളെ പുഴു പോകുന്ന ട്രെയിന് പോകുന്ന പോലെ ഇങ്ങനെ ആക്കും. കാണുന്നുണ്ടോ നിങ്ങൾ? അത് ഇവൽക്കാർക്ക് ഇനി ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യും. ഇല്ല ഓന് നടക്കുന്നില്ല. എനിക്ക് നടക്കുമോ? അതോട്ടെ കാണട്ടെ. ഒരു പിരികം മാത്രം പൊന്തുന്ന എനിക്ക് നടക്കുമോ? ഇല്ല, ഓൽക്കാർക്ക് നടക്കൂല. അപ്പോൾ അതിൽ സൂര്യ വിജയിച്ചു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ ഉണ്ട്. അതൊന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഞങ്ങളുടെ കഴിവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക.